ഉദാഹരണം പറയാം, തൃശ്ശൂർ പൂരം കലക്കിയെന്നല്ലേ പി വി എന്ന് പറയുന്നത് ഗൂഢാലോചന ഉണ്ട്. എം വി ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് തൃശ്ശൂർ പൂരം ആരും കലക്കിയിട്ടില്ല. ഗോവിന്ദ മാഷ് അങ്ങനെ പറയാൻ മാഷ് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ ഈ പൂരം കലക്കിയ വിഷയം നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? ADGP അജിത് കുമാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയിട്ട് BJPയുമായി RSSുമായി ധാരണ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്, അല്ലേ? ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഈ BJPയുമായി RSSുമായി സംസാരിക്കാൻ ഈ നൊട്ടോറിയസ് ക്രിമിനലിന്റെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും ഇവിടെ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും BJPയൊക്കെ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമുണ്ട്? അല്ല, നമുക്കൊന്ന് ആലോചിക്കണ്ടേ? അതിന് ഈ ക്രിമിനലിന്റെ അടുത്ത് പോയി സംസാരിക്കണോ? എന്തൊരു ബാലിശമായ സ്റ്റേറ്റ്മെന്റാണ് ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇതെവിടെ കൊണ്ട് കെട്ടാനാണ്? ഞാൻ ഇന്നലെയും പറഞ്ഞു, നിലമ്പൂരിലെ നിങ്ങൾ എത്ര കാലമായി CPMനെ BJPയോടും RSSനോടും ഒട്ടിക്കാൻ നോക്കണ്? എവിടെയെങ്കിലും ഒട്ടിയോ? നിലമ്പൂരിൽ 19,000 വോട്ടുണ്ട്. ഇതാ ഇരിക്കണ മാഷിന്റെ ജ്യേഷ്ഠനാണ് മത്സരിച്ചിരുന്നത്, എൻ്റെ പ്രിയ സുഹൃത്ത്, പ്രശാന്തിന്റെ എൻ്റെ പ്രിയ സുഹൃത്ത് DCC പ്രസിഡന്റ് VV പ്രകാശ്. പ്രശാന്ത് എത്ര വോട്ട് ഉണ്ടായിരുന്നു BJPക്ക്? 7,000 വോട്ട് അല്ലേ? അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എത്രയാ? ഇവിടെ ഇരിക്കുന്നത് പ്രശാന്ത്, ഇവിടെ ഇരിക്കുന്നത്. എവിടെ പോയി BJPന്റെ വോട്ട്? ബൂത്ത് പോലും ഇല്ല. എന്ന് 21 തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ ജാഗ പോകയായിരുന്നു BJP. പിന്നെ ആ സാധനമില്ല, തെരഞ്ഞെടുപ്പിന്റെ ഒന്നുമില്ല. ആർക്കാ പോയത്? PV അൻവർ എങ്ങനെയാണ് 4,000 വോട്ട് 3,700 ചുരുങ്ങിയത്? BJPന്റെ 13,000 14,000 വോട്ട് ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രശാന്ത്, ഏഷ്യാനെറ്റിന്റെ ലേഖകൻ കൂടിയായ പ്രസാദിന്റെ ജ്യേഷ്ഠൻ, എൻ്റെ കോളേജ് മേറ്റ് കൂടിയായ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പാവം മരിച്ചു. ഇന്നും അദ്ദേഹവുമായി എന്താ പറയുക, കുടുംബമായിട്ട് ആ ബന്ധം നടത്തുക. മുഴുവൻ വോട്ട് BJP കൊടുത്താൽ നിലമ്പൂരിൽ വളരെ സാക്ഷികളല്ലേ. പിന്നെ നിങ്ങൾ ഒട്ടിക്കാൻ തുടങ്ങിയത് അത് നടക്കില്ല. അങ്ങനെ ആ രീതിയിലേക്ക് നിങ്ങളിത് വളച്ചൊടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. എവിടെ എത്തൂല എൻ്റെ അസ്കറെ, നോ വേ. മറ്റൊരു കാര്യം, PV അൻവറിനെ കൊള്ളക്കാരനായും പരിസ്ഥിതി ലംഘിക്കുന്നവരൊക്കെയായി ചിത്രീകരിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ PV അൻവറിന് വലിയ താരപരിവേഷം നൽകുന്നു. അത് CPMനോടുള്ള പുതിയ പുതിയ പാർട്ടിക്കെതിരായ വിവാദങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണെന്നാണ്. അത് താങ്കളെ തള്ളുകയാണോ കൊള്ളുകയാണോ? കറക്റ്റല്ലേ? അതും കറക്റ്റല്ലേ? നിങ്ങൾ എന്നെ കൊല്ലാൻ നടന്ന ആളുകളല്ലേ, എന്നെ നശിപ്പിക്കാൻ നടന്ന ആളുകളല്ലേ. പാര വെച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? വാർത്തകൾ കട്ടെ നേരം വെളുത്താൽ ഇപ്പൊ എന്തോ ഒരു സ്നേഹം അല്ലേ? എത്ര നേരമായി നിങ്ങൾ കാത്തിക്കുന്നു. ഈ ചങ്ങാതി വന്നിട്ടൊന്ന് സംസാരിച്ച് എന്താ കാര്യം? എന്തെങ്കിലും വായന്ന് വീട്ടിട്ടിട്ട് അങ്ങോട്ട് ചാമ്പാനെ എടുക്ക്. PV അൻവർ പാർട്ടിക്ക് പുറത്തേക്ക്, PV അൻവർ പാർട്ടിക്ക് അപ്പുറം, ഇതൊക്കെ വിചാരിച്ചിട്ടല്ലേ വരുന്നത്. ഇനിയിപ്പോൾ അത് കിട്ടൂല, നിങ്ങളൊക്കെ ഒഴിയും. അത് കിട്ടുമെന്ന് വിചാരിച്ച് ദയവായി നിൽക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ഇനിയും കിട്ടും. കാരണം ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ മകനൊന്നുമല്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം എന്നെ നേരിടാനുള്ള ആയുധങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടും. ദയവായി തൽക്കാലം നിങ്ങൾ ഈ വിഷയത്തിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയം നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും അടുത്ത തലമുറക്കും ഇവിടെ ജീവിച്ചു പോകണം. അതിനുള്ളൊരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, അങ്ങേയറ്റം വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾ സഹായിക്കണം. കാരണം നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജനം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് എന്താ പറയുക, പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വളഞ്ഞ വഴി ഉപയോഗിച്ച് ഈ മുന്നണിയെയും ഈ പാർട്ടിയെയും എതിരെ കൊണ്ടുപോകാൻ നിങ്ങൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് എവിടെ എത്തിയിട്ടില്ല. ഇനി അത് എത്തൂല. കാരണം ആ ചൂണ്ട നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് കൊത്തൂല. എൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ ഗവൺമെൻറ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധ സഗൗരവം ഈ വിഷയത്തേക്ക് വരാനാണ്. അല്ലാതെ ഞാൻ ഈ പരാതിയൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം വായിച്ച് നോട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്.